തൻ്റെ 14-ാം വയസ്സിൽ ക്രിസ്തുവിനെ ഉപേക്ഷിച്ച് മുസ്ലിം മതത്തിലേക്ക് മാറണമെന്ന് നിർബന്ധിച്ചപ്പോൾ അതിന് വഴങ്ങാത്തതിൻ്റെ പേരിൽ കഴുത്ത് മുറിക്കപ്പെട്ട് അത്ഭുതകരമായി ജീവിതത്തിലേക്ക് കടന്നു വന്ന ഒരു പെൺകുട്ടിയുണ്ട്, മറിയം ബൗർഡി. 1846-ൽ ഒരു ലെബനീസ് കുടുംബത്തിലാണ് മറിയം ബൗർഡി ജനിച്ചത്. 3-ാം വയസ്സിൽ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട അവളെ അമ്മാവൻ ദത്തെടുത്ത് വളർത്തി. അവൾ ഒരിക്കലും സ്കൂളിൽ പോയിട്ടില്ല. കുഞ്ഞുനാളിലെ തന്നെ ദൈവം അവളോട് സംസാരിക്കുന്നതായി അവൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഒരു ദിവസം കളിച്ചുകൊണ്ടിരിക്കുന്ന അവൾക്ക് ഒരു കുഞ്ഞു കിളിയെ കിട്ടി. അവൾ അതിനെ സ്നേഹത്തോടെ പരിചരിച്ചു. പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പോൾ ആ കിളി ചത്തു. അവൾ അതിനെ കുഴിച്ചിടുമ്പോൾ അവളുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ വളരെ വ്യക്തമായ ഒരു ശബ്ദം കേട്ടു. ഇങ്ങനെയാണ് എല്ലാം കടന്നു പോകുന്നത്: നീ എനിക്ക് നിന്റെ ഹൃദയം തന്നാൽ ഞാൻ എപ്പോഴും നിന്നോടൊപ്പം ഉണ്ടാകും. ഇത് ദൈവത്തിൽ നിന്നായിരുന്നുവെന്ന് അവൾക്ക് മനസ്സിലായില്ല. 12-ാം വയസ്സിൽ അവളുടെ വിവാഹം ഉറപ്പിച്ചു. മറിയം തൻ്റെ വിവാഹത്തിൻ്റെ തലേ ദിവസം രാത്രി പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഒരു ചിത്രത്തിന് മുന്നിൽ പ്രാർത്ഥിക്കുമ്പോൾ അവൾ അതേ ശബ്ദം പിന്നെയും കേട്ടു. തന്നെ ദൈവം വിളിക്കുന്നുവെന്ന് മനസ്സിലാക്കിയ അവൾ വിവാഹം വേണ്ടെന്ന് വെച്ച് കർത്താവിൻ്റെ മണവാട്ടിയാകാൻ ആഗ്രഹിച്ചു. അവൾ അവളുടെ മുടി മുറിച്ച് വിവാഹ ആഭരണങ്ങൾ അമ്മാവനെ ഏൽപ്പിച്ചു. കോപാകുലനായ അവളുടെ അമ്മാവൻ അവളെ തൻ്റെ വീട്ടിൽ ഒരു വേലക്കാരിയാക്കി. മറിയത്തിന് ഒരു സഹോദരനുണ്ടായിരുന്നു. സഹോദരനെ കാണാൻ അമ്മാവനെ ഉപേക്ഷിച്ച് അവിടെ ജോലി ചെയ്തിരുന്ന മുസ്ലിം കുടുംബത്തിൻ്റെ കൂടെ നസ്രത്തിലേക്ക് അവൾ തിരിച്ചു. എന്നാൽ ആ കുടുംബം അവളെ തങ്ങളുടെ മതം സ്വീകരിക്കാൻ നിർബന്ധിച്ചു. അവൾ അതിന് സമ്മതിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ആ കുടുംബത്തിലെ ഒരാൾ അവളുടെ കഴുത്തു മുറിച്ചു. അവൾ മരിച്ചുപോയി എന്ന് കരുതി ആ കുടുംബം അവളെ ഉപേക്ഷിച്ചു. മുറിവേറ്റ് കിടന്ന മറിയത്തിനെ ഒരു സ്ത്രീ പരിചരിച്ചു. അത് പരിശുദ്ധ അമ്മ ആയിരുന്നുവെന്ന് മറിയം പിന്നീട് തൻ്റെ ആത്മീയ ഗുരുവിനോട് പങ്കുവച്ചു. കഴുത്തിലുണ്ടായ ആഴത്തിലുള്ള മുറിവിൻ്റെ ഫലമായി മറിയത്തിൻ്റെ ശബ്ദം എപ്പോഴും പരുഷമായിരുന്നു. കഴുത്തിൻ്റെ മുൻഭാഗത്ത് 10 സെൻറ്റിമീറ്റർ നീളവും 1 സെൻറ്റിമീറ്റർ വീതിയുമുള്ള ഒരു പാടുണ്ടായിരുന്നു. വീട്ടുജോലികൾ ചെയ്താണ് അവൾ ജീവിച്ചിരുന്നത്. അവൾക്ക് 18 വയസ്സുള്ളപ്പോൾ കുമ്പസാരക്കാരൻ അവളെ കേപ്ലേറ്റിലെ സെയിൻറ്റ് ജോസഫ് ഓഫ് ദി അപ്പാരിഷ സിസ്റ്റേഴ്സിൻ്റെ മഠത്തിൽ ചേർത്തു. 1866-ൽ സന്യാസാർത്ഥിനിയായിരുന്ന സമയത്ത് ആദ്യമായി അവൾക്ക് പഞ്ചക്ഷതം കാണപ്പെട്ടു. ബുധനാഴ്ച വൈകുന്നേരം മുതൽ വെള്ളിയാഴ്ച രാവിലെ വരെ ഇത് തുടർന്നു. പിന്നീട് 1867 മെയ് 2-ന് 3 മണിക്കൂറോളം അവളുടെ ശരീരത്തിൽ ഈശോയുടെ മുറിവുകൾ കാണപ്പെട്ടു. 1868 മെയ് 24-ന് അവൾക്കൊരു ദർശനമുണ്ടായി. അവളുടെ അടുത്ത് ഒരു മാലാഖ പ്രത്യക്ഷപ്പെട്ടതായും മാലാഖയുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു ദണ്ഡ് ഉപയോഗിച്ച് അവളുടെ ഹൃദയത്തിൽ പലതവണ കുത്തി ഇറക്കുന്നതായും മറിയത്തിന് മറ്റൊരു ദർശനത്തിൽ ബെത്ലഹേമിലെ ഒരു കാർമൽ പർവ്വതത്തെ കണ്ടിരുന്നു. അവിടെ ഒരു മഠം പണിയപ്പെടും എന്നതിൻ്റെ വെളിപ്പെടുത്തലായിരുന്നു അത്. എന്നാൽ അതിൻ്റെ പൂർത്തീകരണത്തിന് മുമ്പ് താൻ മരിക്കുമെന്നും അവൾക്ക് ദർശനത്തിൽ അറിവ് കിട്ടിയിരുന്നു. മഠത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ അത്ഭുതകരമായ പല അടയാളങ്ങളും നടന്നു. 1878 ഓഗസ്റ്റ് 26-ന് പ്രാർത്ഥന ചൊല്ലുന്നതിനിടയിൽ അവളുടെ ആത്മാവ് സ്വർഗത്തിലേക്ക് പറന്നുയർന്നു. 1910-ലാണ് കാർമൽ മഠത്തിൻ്റെ പണി പൂർത്തിയായത്. 2015 മെയ് 17-ന് ഫ്രാൻസിസ് പാപ്പ മറിയത്തെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. ക്രൂശിക്കപ്പെട്ട യേശുവിൻ്റെ വിശുദ്ധ മറിയം എന്ന പേരിലാണ് സഭയിൽ ഈ വിശുദ്ധ ഇന്ന് അറിയപ്പെടുന്നത്.